നമസ്കാരം, അമൃതാണ്. സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് എൻ്റെ ഒപ്പീനിയൻ ഒന്നും പറയുന്ന ഒരു രീതി എനിക്കില്ല. പക്ഷേ എങ്കിലും ഇന്നലെ നടന്നൊരു സംഭവം, അതുമായിട്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മുടെ ആസിഫ് അലി, രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ. അപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ കുറേ വിഷ്വൽ ഷോട്ട്സ് ഇങ്ങനെ പലയിടത്തായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഫാക്ട് ചെക്കിങ് പോലെ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യമാണ്. ഇത് ചിലപ്പോൾ ശരിയാണോന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കണമെന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് പറയുന്ന സമയത്ത് ആസിഫ് അലി എഴുന്നേറ്റ് വന്ന് മൊമെന്റോ വാങ്ങിച്ച് ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുന്നു. ഈ രമേശ് നാരായണൻ അത് വാങ്ങിക്കുന്ന അത്ര സാറ്റിസ്ഫാക്ഷനോട് കൂടിയല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ട്. അപ്പോൾ അദ്ദേഹം അത് വാങ്ങിച്ച് ഉടൻ തന്നെ ഇദ്ദേഹത്തിന് അധികം മൈൻഡ് ചെയ്യുന്നതും ഇല്ല. എന്നിട്ട് ആൾ ഉടൻ തന്നെ പറയുന്നു, ജയരാജ് ആണ് ഈ സാധനം, എനിക്ക് എന്തോ അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. മേ ബി ഈ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ ഒരു കാരണക്കാരൻ ജയരാജാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കിട്ടിയ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ടാണ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ മുതൽ അത് ഏതൊക്കെ ചാനൽസ് അന്തിച്ചർച്ച നടത്തി. പിന്നെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിറയാണ് ആസിഫ് അലിക്ക് സപ്പോർട്ട്. രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇങ്ങനെ കാണുന്നു. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ മനസാക്ഷിയെ നടുക്കിയ രണ്ട് കാര്യങ്ങൾ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് മുങ്ങിപ്പോകുമെന്ന് ഞാൻ പറയല്ല, പക്ഷെ എങ്കിലും തുടർന്ന് മാധ്യമങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ചർച്ച ചെയ്യുകയോ അതിനൊരു സൊല്യൂഷൻ, അതായത് രാമയഴഞ്ചാൻ തോട് പോലുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾക്ക് നമ്മുടെ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു, ഇനിയും നമുക്ക് ഫർദർ അതിനെന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച എങ്ങും നടന്നതായിട്ട് കണ്ടില്ല. വേണമെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഡ്രെയിനേജ് ക്ലീനിങ് ഇതിനൊക്കെ അവർ വേണ്ട രീതിയിലുള്ള ഗിയേഴ്സ് ഒക്കെ ധരിച്ചുകൊണ്ടൊക്കെയാണ് അതിനകത്ത് ഇറങ്ങുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ നമ്മൾ എവിടെയെല്ലാം പണം വാരി എറിഞ്ഞ് ചിലവാക്കുന്ന സമയത്ത്, അതായത് ഓരോ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മീഡിയ എക്സ്പോഷർ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നടത്തുന്നതിന് ചിലവാക്കുന്ന ഫണ്ടിന്റെ ഒരു അംശം എടുത്ത് ചിലവാക്കിയാൽ മതിയാവും ചിലപ്പോൾ ഇത്തരത്തിലുള്ള അവർക്ക് മോസ്റ്റ് മോഡേൺ ഗിയേഴ്സ് കൊടുക്കുന്നത്. അതായത് ഈ ഡ്രെയിനേജ് പൈപ്പ് ആയിരുന്നാലും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നാലും അവിടെയൊക്കെ ഒരു വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ല് അടിച്ചാൽ മതി, ചിലപ്പോൾ അവരങ്ങനെ കുഴഞ്ഞു വീണു പോകും ഇതിനകത്ത്. അങ്ങനെയൊക്കെ പല അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോലെ അത്രയും ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കൊടുക്കണമെന്ന് പറയല്ല, പക്ഷെ എങ്കിലും ഒരു മിനിമൽ ഗിയർ സെറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒരാളിനെ സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിന്റെ കേസ്, ഈ മെഡിക്കൽ കോളേജിന്റെ ലിഫ്റ്റിന്റെ കേസ് എനിക്ക് അനുഭവം ഉള്ളതാണ്. എൻ്റെ ഒരു ബന്ധുവിന് അവിടെ, അത് വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു, പക്ഷെ എങ്കിലും ലിഫ്റ്റിന്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് വേണ്ടപ്പെട്ട ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് ലിഫ്റ്റിനകത്ത് ലിഫ്റ്റ് ഓപ്പറേറ്ററോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു മോർ ദാൻ 10 years ബാക്ക് ആണ്. മാത്രമല്ല ഈ സ്ട്രെച്ചർ കൊണ്ടുപോകാനോ അങ്ങനെ സർവീസായിട്ടുള്ള സ്റ്റാഫൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞങ്ങളുടെ പേഷ്യന്റിന് സ്ട്രെച്ചർ കിട്ടാത്തത് കൊണ്ട് മറ്റൊരു പേഷ്യന്റിനെ എടുത്തോണ്ട് പോകാനുള്ള ആളില്ലായിരുന്നുകൊണ്ട് ഞാനും കൂടെ അവരെ പോയി ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്ക് ആ സ്ട്രെച്ചർ കൊണ്ട് ആ പേഷ്യന്റിനെ റൂമിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ പേഷ്യന്റിനെ എടുക്കാനായിട്ട് അവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ആ സ്ട്രെച്ചറുമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മ്യൂച്വൽ ഹെൽപ്പിലൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ, ഈ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സിനിമാക്കാരുടെ ഈഗോ നമ്മളിപ്പോൾ ഇതെടുത്ത് ചർച്ച ചെയ്ത് മറിക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു വ്യൂ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. മേ ബി ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ വിപരീതമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, ചിലപ്പോൾ എന്നെ തെറി വിളിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടാവാം. എങ്കിലും നമ്മുടെ ഈ ഫിലിം ഫീൽഡുമായിട്ടൊക്കെ ഉള്ള നമ്മുടെ അഫിനിറ്റി ഇതെല്ലാം നല്ലത് തന്നെയാണ്. ഞാനൊരു ഭയങ്കര ആർഡന്റ് ഫിലിം ഫോളോവറാണ്, ഒരുപാട് ആളുകളെ ഫാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അവരുടെ ഈഗോ ഇഷ്യൂസും അവരുടെ റിയൽ ടൈം ഇഷ്യൂസും നമ്മളെടുത്ത് വലിയ പുകച്ച് വലിയൊരു സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അവർ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ള നിസ്സാരമായിട്ടുള്ളൊരു ഇഷ്യൂ, അത് അവർ പറഞ്ഞു തീർത്താൽ അവർക്കുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കെന്താ, നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മളിൽ ഒരാളായിട്ടുള്ള നമ്മളിൽ പെട്ട ഒരാൾ ആയിരിക്കാം. നാളെ നമ്മുടെയും ബന്ധുക്കളാരെങ്കിലും ആയിരിക്കാം ഇതുപോലെ ലിഫ്റ്റ് കുടുങ്ങി 2 ദിവസം അതിനകത്ത് അറിയാതെ കിടന്ന് ചാവുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ പണിക്കിറങ്ങി അതിനകത്ത് ഡ്രെയിനേജ് പൈപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല വെള്ളക്കെട്ടിലോ ഒക്കെ വീണ് മരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് ഫേംസ് ഉണ്ട്, CSR ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ചെലവാക്കുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്. അങ്ങനെയൊക്കെ പല കമ്പനികളെയും നമ്മളിത് പ്രോഗ്രാം ആക്കി, അതായത് ഇന്ന രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാണ്, അതായത് പബ്ലിക് സപ്പോർട്ടാണ്, അത് പബ്ലിക്കിന് ഉപയോഗമുള്ള കാര്യങ്ങളിലേക്ക് ആ ഫണ്ടിനെ വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഈ CSR ഫണ്ട് എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ, പക്ഷെ അതിനൊരു പ്രോജക്ട് പ്ലാൻ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രോജക്ട് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഒരുപക്ഷെ അവരുടെ ലേബലോടുകൂടി, അവരുടെ ഡ്രസ്സും അവരുടെ ഒരു യൂണിഫോമോട് കൂടിയൊക്കെ അവർക്ക് ഈ ക്ലീനിങ് ഇങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ട് അവർ ചെയ്തു തന്നിരിക്കും. അപ്പൊ അതിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള പ്രിക്കോഷൻ ആയിട്ടുള്ള ഗിയേഴ്സ് ഒക്കെ ചിലപ്പോൾ അവർ തന്നെ ഓഫർ ചെയ്ത് തന്നിരിക്കും. ഇതിനൊക്കെ ഒരു പ്രോപ്പർ പ്രോജക്ട് പ്ലാൻ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. നമ്മുടെ മീഡിയ ഇതൊക്കെ എടുത്തൊന്നും ചർച്ച ചെയ്ത് അതിനൊരു റിസൾട്ട്, നമ്മുടെ മീഡിയ ചർച്ച ചെയ്യുന്ന ഏത് ടോപ്പിക്ക് ചർച്ച ചെയ്തോട്ടെ, പക്ഷെ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മുടെ മീഡിയക്ക് കഴിയുന്നില്ല. അത് മീഡിയ അവരുടെ ലക്ഷ്യവും അതല്ല. അവർക്ക് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കണം, റേറ്റിംഗ് ഉണ്ടാവണം, അതിൽ നിന്ന് റവന്യൂ വരുത്തണം, ഇത്ര മാത്രമേ അവർക്ക് ഫോക്കസ് ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്താൽ, ഞാനൊരു ചർച്ചയ്ക്ക് എടുത്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് അവർക്ക് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദാറ്റ് തിങ്. നമ്മൾ ഈ ഗംഭീര സിനിമ ചർച്ചയ്ക്കിടയിൽ ഈ ഒരു സാധനം മറക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്. കുറച്ച് വിവരവും പക്വതയൊക്കെ ഉള്ളൊരു വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാര്യങ്ങള്, അപകടങ്ങൾ ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള പല പല പ്രോജക്ട് പ്ലാൻസും ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ മലയാളികളുടെ ആറ്റിറ്റ്യൂഡിന് ഹാറ്റ്സ് ഓഫ്. നമുക്ക് എത്ര ദുരന്തങ്ങളുടെ മുന്നിലും നമ്മളൊരു സിനിമാക്കാരൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു പ്രീ പ്ലാൻഡ് ഡ്രാമയാണ്. അതായത് സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട പല പ്രശ്നങ്ങളും, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തലപൊക്കി വരുമ്പോൾ അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഡ്രാമ, ജസ്റ്റ് മ്യൂച്വൽ ഡ്രാമ. തിരുത്തവേ മുടിയാതല.